ജബൽ അക്തറിൽ റോസാപ്പൂ വിളവെടുപ്പ് തുടങ്ങി. പ്രസന്നമായ കാലാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്ത് താപനില ഉയരുവാൻ തുടങ്ങി. റമദാൻ മാസത്തിൽ രാജ്യത്ത് റോഡ് അപകടങ്ങൾ കുറഞ്ഞതായി റിപ്പോർട്ട്. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. രാജ്യത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ ജബൽ അൽ അക്തറിൽ റോസാപ്പൂ വിളവെടുപ്പ് ആരംഭിച്ചു. വിവിധ ഗ്രാമങ്ങളിലായി ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന റോസാപ്പൂക്കൾ സുന്ദരമായ കാഴ്ചയാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. ഈ വിളവെടുപ്പ് സീസൺ അടുത്തറിയുവാനും മനസ്സിലാക്കാനുമായി സഞ്ചാരികളെ പൈതൃക ടൂറിസം മന്ത്രാലയം ക്ഷണിച്ചിട്ടുണ്ട്. പെരുന്നാൾ അവധി കൂടി ആരംഭിച്ചതോടെ ഈ നയന മനോഹര കാഴ്ചകൾ തേടി സഞ്ചാരികളുടെ ഒഴുക്കും ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് മുതൽ ആരംഭിക്കുന്ന പൂക്കാലം ഏപ്രിലിലാണ് ഉയർന്ന ഉൽപാദനത്തിൽ എത്തുന്നത്. മെയ് ആദ്യത്തോടെ സീസൺ അവസാനിക്കുകയും ചെയ്യും. 7 ഏക്കറിലായി 5000-ൽ പരം പനിനീർ ചെടികൾ ഉണ്ടെന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ. അതേസമയം ഗവർണറേറ്റിലെ ജബൽ അക്തറിൽ റോസാപ്പൂ കൃഷി വ്യാപിക്കാൻ കൃഷി, ഫിഷറീസ്, ജലവിഭവ മന്ത്രാലയം പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. റോസാപ്പൂ കൃഷിയുടെ അധിക മൂല്യം ഉയർത്തുന്ന പദ്ധതിക്കായി അഗ്രികൾച്ചർ ആൻഡ് ഫിഷറീസ് ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് 1.5 ലക്ഷം റിയാലാണ് അനുവദിച്ചിട്ടുള്ളത്. 15 കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. പനിനീർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ മേഖലയിലും അനുബന്ധ വ്യവസായങ്ങളിലും 15 ഗുണഭോക്താക്കൾക്ക് പരിശീലനം നൽകുവാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സുഖകരമായ കാലാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്ത് താപനില ക്രമേണ ഉയരുവാൻ ആരംഭിച്ചു. വിവിധ വിലായത്തുകളിൽ കനത്ത ചൂടാണ് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത്. പലയിടത്തും 40 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ദാഖിലിയ ഗവർണറേറ്റിലെ ഹംറ അദ്ദുരുവിലാണ്. 40.1 ആയിരുന്നു ഇവിടുത്തെ താപനില. ബൗഷർ, ഉമ്മു സൈമം, സുവൈക് എന്നിവിടങ്ങളിൽ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്തിയതെങ്കിലും നല്ല ചൂടാണ് അനുഭവപ്പെട്ടത്. അതേസമയം താപനിലയിലുണ്ടായ മാറ്റങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുവാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പലർക്കും പനിയും ചുമയും എല്ലാം അനുഭവപ്പെടുന്നുണ്ട്. തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് മാറുമ്പോൾ ഇത് സാധാരണയായി കണ്ടുവരാറുള്ളതാണ്. സ്വയം ചികിത്സ അപകടം വിളിച്ചു വരുത്തുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇക്കഴിഞ്ഞ റമദാൻ മാസത്തിൽ രാജ്യത്ത് റോഡ് അപകടങ്ങളിൽ ഗണ്യമായ കുറവ് വന്നതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. സർക്കാരിതര ഏജൻസികളുടെ കൂട്ടായ ശ്രമങ്ങളുടെ ഭാഗമായാണ് അപകടങ്ങൾ കുറക്കുവാൻ സാധിച്ചത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് സേഫ്റ്റിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ റമദാനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റോഡ് അപകടങ്ങളിൽ 16% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മരണങ്ങളും പരിക്കുകളും കുറഞ്ഞു. റോയൽ ഒമാൻ പോലീസിന്റെയും മറ്റ് അധികാരികളുടെയും കൂട്ടായ ശ്രമങ്ങളാണ് ഈ ശ്രദ്ധേയമായ നേട്ടത്തിന് കാരണമെന്ന് റോയൽ ഒമാൻ പോലീസിലെ ട്രാഫിക് സേഫ്റ്റി ഡയറക്ടർ അറിയിച്ചു. ലഭ്യമായ സ്ഥിതി വിവരക്കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 2024 മാർച്ചിനെ അപേക്ഷിച്ച് ഈ മാർച്ചിൽ വാഹന അപകടങ്ങളിൽ 16% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇഫ്താറിന് മുമ്പുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. അപകടങ്ങളിൽ 35% ഇതായിരുന്നു. ആളുകൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുവാൻ തിരക്ക് കൂട്ടുന്നതാണ് ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. മിക്ക അപകടങ്ങളും ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഇടയിലാണ് സംഭവിക്കാറുള്ളത്. ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.